കോഴിക്കോട് കോൺവെന്റ് റോഡിലെ പള്ളിവളപ്പിൽ ഭ്രൂണം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഈ സംഭവത്തിൽ അമ്മ കസ്റ്റഡിയിൽ. പാലക്കാട് സ്വദേശി ഫ്രാങ്കോയാണ് കസ്റ്റഡിയിലായത്. പള്ളിവരാന്തയിൽ വെച്ച് മാസം തികയാതെ പ്രസവിച്ച ശേഷം കുഞ്ഞു മരിച്ചെന്ന് മനസ്സിലായപ്പോൾ ഉപേക്ഷിക്കുകയായിരുന്നു. അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കോഴിക്കോടുള്ള ഈ പള്ളി വളപ്പിൽ ഈ ഭ്രൂണം കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം ഈ പള്ളി അധികാരികൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. പോലീസ് എത്തി പ്രദേശത്ത് മുഴുവൻ പരിശോധിക്കുന്നു. അതിനുശേഷം പ്രദേശത്തുള്ള CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണത്തിന് ഒടുവിലാണ് പാലക്കാട് സ്വദേശികളായിട്ടുള്ള ദമ്പതികളിലേക്ക് അന്വേഷണം എത്തുന്നത്. ഈ ഫ്രാങ്ക്ലോ എന്ന് പറയുന്ന ഈ യുവതിയാണ് ഈ പള്ളി വരാന്തയിൽ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. ഈ കുഞ്ഞ് മരിച്ചെന്ന് കരുതിയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്, പോയി കളഞ്ഞത് എന്നാണ് ഇവർ പ്രാഥമികമായി പോലീസിന് നൽകിയ മൊഴി. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ചികിത്സ തേടിയില്ല, മറ്റ് സംവിധാനങ്ങളിലേക്ക് പോയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിവരം പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ചെയ്തിരിക്കുന്ന ഈ അമ്മയിലേക്ക് പോലീസ് എത്തുകയും അമ്മയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും പോലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ വൈദ്യസഹായമൊന്നും തേടാതെ ഈ പള്ളിവളപ്പിൽ ഈ ഭ്രൂണം ഉപേക്ഷിച്ച് പോകാനുള്ള കാര്യം എന്തായിരുന്നു? ഇനി കുഞ്ഞ് മരിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവർ കൊലപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള സംശയങ്ങളിലേക്കൊക്കെ പോലീസ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ യുവതിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൃഷ്ണരാജ്. ശരി, കോഴിക്കോട് കോൺവെന്റ് റോഡിലെ പള്ളിവളപ്പിൽ ഭ്രൂണം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ കസ്റ്റഡിയിലാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.